ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഭാവിയിലേക്ക് നാളെ നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറയിലേക്ക് എന്നൊരു അവരുകളായിരിക്കും. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ വലിച്ചെറിയപ്പെടുന്ന പല പാഴ്വസ്തുക്കളും കൊണ്ട് ഓരോ സാധനങ്ങളും ലഭിച്ചുകൊണ്ടാണ് ഇതിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മളെല്ലാം പരിചയപ്പെടാം. ഈ കുട്ടികൾക്ക് എല്ലാവരും പ്രോത്സാഹനം നൽകുന്ന അധ്യാപകരെ ഏറ്റവും സ്നേഹമൂടിയ അവസരത്തിൽ ഓർക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ശുചിത്വ പ്രചരണോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം അധ്യക്ഷത വഹിച്ചു. അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അധ്യാപകരാണ്. അവരോട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ ക്ലാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ അധ്യാപകരെല്ലാം തന്നെ അതേക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ഓരോ സ്കൂളുകളിൽ നടത്തി വരുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ വിലയിരുത്തി അതിന് ഒത്തിരി മാറ്റങ്ങൾ. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ശുചിത്വ മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ സോമശേഖരൻ മാസ്റ്റർ, CK ബീന എന്നിവർ പ്രസംഗിച്ചു. ഓരോ സ്കൂളിനെയും പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ കാഴ്ചപ്പാടുകൾ, ചെയ്ത പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ മോഡലുകൾ, ചിത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനമായ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്നാണ്. ആദ്യം തന്നെ വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് വെക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇങ്ങനെ തരംതിരിച്ച് വെച്ച മാലിന്യങ്ങള് വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ, അതിന് സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരുന്ന സ്കോളർഷിപ്പ്, അത്തരം പദ്ധതികളെ കുറിച്ചും അതുപോലെ കുട്ടികളുടെ വിവിധ സ്കൂളുകളിൽ തയ്യാറാക്കിയ പ്രൊജക്ടുകളെ പറ്റിയൊക്കെ ഇവിടെ വിശദമായ വിശദീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും കൊണ്ട് ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ദൈവീയ ചടങ്ങിന് എല്ലാവരും ആശംസ. ഈ സ്വീകരണത്തിലൂടെ അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഏറെക്കാലമായി നമ്മൾ ഇപ്പോൾ നമ്മുടെ സമൂഹം കണ്ടുവരുന്നത് ഏതൊരു പരിപാടി നടക്കുമ്പോഴും സ്വീകരണം എന്നുള്ളത് പരമപ്രധാനമായ അജണ്ടയായി മാറും. ഓട്ടോമാറ്റിക്കലി ജനപ്രതിനിധികളായിക്കോട്ടെ, സാധാരണ നാട്ടുകാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, കുട്ടികളുടെ ഇടയിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും സ്വീകരണം എന്നൊരു മേജർ അജണ്ടയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.